ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടിയുടെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ മാറ്റുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസാണ് ജസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയണേ. നമുക്കതിൻ്റെ സിലിണ്ടർ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കംപ്ലൈൻറ്റ് ആയിരുന്നതാണ്. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് അസംബ്ലി അടക്കം മാറ്റി ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ഇതേപോലെ തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിക്ക് നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4012 രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ. കമ്പനി ഒറിജിനൽ പാർട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വില വന്നത് 4012 രൂപ. പിന്നെ സിലിണ്ടർ കിറ്റേപ്പാടിയാണ് വരിക. അത് സിലിണ്ടർ അസംബ്ലിയാണ്, സിലിണ്ടർ യൂണിറ്റ്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ പിസ്റ്റം വരും, റിങ്സ് അതടക്കം വരുന്നൊരു കിറ്റാണ് കേട്ടോ. ആ കിറ്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3379 രൂപയുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ചെയിൻ എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 163 രൂപയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാസ്കറ്റുകൾ, അതേപോലെ തന്നെ ഓയിൽ സീല്, പിന്നെ സ്പാർക്ക് പ്ലഗ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗിയർ ബോക്സും കൂടി നമ്മൾ അഴിച്ച് അതിൻ്റെ ബെയറിങ് കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. വീലുകൾക്കൊന്നും വേറെ ഡാമേജ് ഒന്നുമില്ല, ബെയറിങ് ഐറ്റംസ് ഒന്ന് മാറ്റാം. പിന്നെ ഇത് ബാക്ക് വീലിൻ്റെ ഹബ്ബാണ്. ഹബ്ബ് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വണ്ടി കുറേ ഓടി കഴിഞ്ഞാൽ വീല് തന്നെ ലൂസായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഓൾറെഡി ഹബ്ബ് ശരിക്കും ഇതിൻ്റെ അല്ല, വേറെ ഏതൊരു ഹബ്ബാണോ യൂസ് ചെയ്തേക്കണേ. അപ്പോൾ തൽക്കാലം നമ്മളത് ലെയ്ത്തിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഒന്ന് ഫേസ് ലെവൽ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ലൂസായി കിടന്ന് ഓടിയിട്ട് ഇവിടെ കറക്റ്റ് ഒരു സ്റ്റെപ്പ് പോലെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നീട് ടൈറ്റ് ചെയ്താലും ഓൾറെഡി ടൈറ്റ് ആയി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ക്ലിയർ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ലെയ്ത്തിൽ കൊടുത്ത് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട്. ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ എഞ്ചിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ 3 പാർട്ടായിട്ട് വരാം. ഒന്ന് ക്ലച്ച് സൈഡ് വരും, CVT ക്ലച്ച് വരുന്ന ഭാഗത്ത്. ഈ വണ്ടിക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് യാതൊരുവിധ കംപ്ലയിൻറ്റുകളില്ല. ആ സൈഡിൽ വേറെ റിപ്പയറിങ്ങോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കാര്യങ്ങൾ, വീലുകളൊന്നും മാറ്റുന്നില്ല. ബെയറിങ് ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് ഗിയർ ബോക്സിൻ്റെ ഭാഗം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ തുടങ്ങി അതിൻ്റെ ഫേസ്, പവർ ജനറേഷൻ വരുന്ന ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നത് 1 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണത്. പാർട്സുകൾ ജെനുവിൻ പാർട്സാണ് യൂസ് ചെയ്തത്. 1 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഹെഡ് നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയ്തേക്കണതിൻ്റെ ഡേറ്റൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലെയ്ത്ത് വർക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ വാൽവിൻ്റെ സീറ്റിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വാൽവ് മാറ്റി പുതിയ വാൽവുകളിട്ടാണ് അത് നമ്മൾ ലെയ്ത്ത് തന്നെ കൊടുത്ത് സീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന മാറ്റേണ്ടി വരുന്ന പാർട്സുകളും ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസും. ഇത് 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് വാറണ്ടി കാലാവധി പറയാം. അതിനകത്ത് 3 പെയ്ഡ് സർവീസും ഫസ്റ്റിലത്തെ 1 മാസത്തിനുള്ളിൽ ഫിൽട്ടർ ക്ലീനിങ്ങും അത് നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. എന്നാലാണ് വാറണ്ടി സംബന്ധമായിട്ടൊരു ക്ലെയിം വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.